ഈ ഫിലിമിലേക്ക് എങ്ങനെയാ വന്നത്? അതും ഇത്രയും വലിയൊരു ഹെവി റോൾ ചെയ്യുക. അത് എൻ്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, സിനിമാ നടിയാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി ഒരു 15 വയസ്സിലൊക്കെ കല്യാണം കഴിച്ചു. അപ്പോൾ എങ്ങനെ സിനിമയിൽ വരണം അതൊന്നും അറിയില്ല. അപ്പോൾ മമ്മി തീരുമാനിച്ചു, ഓക്കെ എനിക്കൊരു മകളുണ്ടായ സിനിമാ നടിയാക്കണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ സിനിമകളും കാണാറുണ്ട്. ഞാൻ റീജിയണൽ ലാംഗ്വേജ് എല്ലാ ഭാഷകളിലുള്ളതും തെലുങ്കും കന്നഡയും ഭാഷ മനസ്സിലാവില്ലെങ്കിലും ഞാൻ ഇരുന്ന് കാണുമായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നത് ചാനൽസ് കൂടുതൽ കിട്ടുമായിരുന്നു നമുക്ക് കേബിൾ കണക്ഷനിൽ. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല. ഞാൻ സാഹസവീരുടു സാഗരകന്യ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫാന്റസി മൂവിയാണ്, തെലുങ്ക്, വെങ്കടേഷ് സാറിന്റെ ആണ്. അത് പിന്നീട് ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കിയത് വിൻസെന്റ് സാറാണ് അതിന്റെ ക്യാമറ ചെയ്തതെന്ന്. വെച്ചാൽ അന്നത്തെ കാലത്ത് അങ്ങനത്തെ ടെക്നിക്കലി ഉള്ള മൂവീസ് ചെയ്യാൻ വിൻസെന്റ് മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും ടെക്നിക്കലി അപ്ഗ്രേഡഡ് അല്ലല്ലോ അന്ന്. അപ്പൊ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷ് മൂവീസ് കാണാറുണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജ് മൂവീസ് കാണാൻ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അത് ചെറുപ്പം തൊട്ട് എല്ലാ സിനിമകളും കാണും. പിന്നെ ഓരോ ഓഡീഷന് പോവും, അറ്റൻഡ് ചെയ്യും. അപ്പൊ ഈ ഓഡീഷന് പോകുന്നത് ശരിക്കും അമ്മയുടെ അമ്മ ആയിരിക്കും ഈ നോക്കുന്നതും അത് ഇന്നടുത്ത് ഓഡീഷൻ ഉണ്ടെന്ന് പറയുന്നതും? അത് ഇനീഷ്യലി ഒക്കെ പത്രത്തിലൊക്കെ വരുമല്ലോ ഓഡീഷൻ. അന്നൊന്നും ഓഡീഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത് കാരണം പത്രത്തിലൊക്കെ കണ്ട് അങ്ങനെയൊക്കെയാണ് ഓഡീഷന് പോകുന്നത്. അങ്ങനെ കുറെ സ്ഥലത്ത് ഓഡീഷന് പോയി. ചിലത് കിട്ടും, ചിലത് കിട്ടിക്കഴിഞ്ഞാലും ഈ സിനിമ നടക്കണമല്ലോ. അങ്ങനെയൊക്കെയുള്ള കുറെ ബുദ്ധിമുട്ടുകൾ. പിന്നെ ഒരു റിയാലിറ്റി ഷോ ചെയ്തു. അതില് 5 ഗേൾസും 5 ബോയ്സിനെ ആയിരുന്നു അവാർഡ്സ്. അത് ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ജനപ്രിയ നായകൻ, അങ്ങനെയൊക്കെ ആയിരുന്നു അവാർഡ്. അപ്പൊ എനിക്ക് അതിൽ ജനപ്രിയ നായിക അവാർഡൊക്കെ അവർ തന്നു. അങ്ങനെ ആ ഫോട്ടോസ് തമിഴിൽ കണ്ടിട്ട്, തമിഴിലാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത്. കൊഞ്ചം വെയിൽ കൊഞ്ചം മഴ എന്ന് പറഞ്ഞ മൂവിയിലാണ് ആദ്യമായിട്ട് നായികയായിട്ട് അഭിനയിക്കുന്നത്. അതിന്റെ ഇടയിൽ ഞാൻ ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞ സിനിമയിൽ സ്കൂൾ കുട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഒറ്റ സീനുണ്ട്, ലാലേട്ടന്റെ കൂടെ തന്നെ. അതെ അതെ അതെ. അങ്ങനെ പിന്നെ ആ തമിഴ് സിനിമയുടെ ഫോട്ടോ കണ്ടിട്ടാണ് ജിത്തു സാറ് ഈ ദൃശ്യത്തിന്റെ ഓഡീഷന് വിളിക്കണത്. അപ്പൊ ഷൂട്ട് തുടങ്ങണതിന്റെ ഒരു 2 ദിവസം മുന്നെയാണ് എന്നെ വിളിക്കണ ഓഡീഷന്. കുറെ കുട്ടികൾ ഓൾറെഡി വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞപ്പോ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പൊ ഞാൻ എന്നെ എടുക്കുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. അപ്പൊ ഞാൻ ഓക്കെ സാർ ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു നല്ല മെഷർമെന്റ് ഒക്കെ കൊടുത്തിട്ട് പോടോന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മെഷർമെന്റോ അപ്പൊ എന്നെ എടുത്തോ? ശരിക്കും പറഞ്ഞ ഒരു സർപ്രൈസ് പോലെ. പിന്നെ എനിക്ക് താങ്ക്സ് പറയാനും പറ്റിയില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഞാനിങ്ങനെ സ്റ്റക്കായി പോയി. പിന്നെ ഞാൻ യാന്ത്രികമായി ചെല്ലുന്നു, എന്റെ മെഷർമെന്റ് എടുക്കുന്നു. ഞങ്ങൾ ഇല്ല മാറിയില്ല. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്നു. കോഴിക്കോടാണ് വീട്. കൊച്ചിയിലായിരുന്നു ഓഡിഷൻ. അങ്ങനെ കോഴിക്കോടേക്ക് വന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പിറ്റേ ദിവസം തന്നെ നേരെ തൊടുപുഴയ്ക്ക് വന്നു.